നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ പോലീസ് അതിക്രമം ഒറ്റപ്പെട്ട സംഭവമെന്ന് മുഖ്യമന്ത്രി. കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിച്ചെന്നും LDF യോഗത്തിൽ വിശദീകരണം. സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്ന വിമർശനങ്ങൾ മുന്നണി യോഗത്തെ അറിയിച്ച് CPI. ലോക്കപ്പുകൾ മർദ്ദന കേന്ദ്രമാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ നടപടി. വടക്കാഞ്ചേരി SHO UK ഷാജഹാന് സ്ഥലം മാറ്റം. പോലീസ് ആസ്ഥാനത്ത് ഹാജരാകാൻ നിർദ്ദേശം. കിളിമാനൂരിൽ വയോധികൻ വാഹനമിടിച്ച് മരിക്കാനിടയായ സംഭവത്തിൽ പാറശാല SHO P അനിൽകുമാറിന് സസ്പെൻഷൻ. ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ഒളിവിൽ. പ്രതിപക്ഷ നേതാവിന്റെ കടുത്ത എതിർപ്പിനിടെ നിയമസഭയിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ. പാർട്ടിയെ ഒരു കാലത്തും ധിക്കരിച്ചിട്ടില്ലെന്ന് രാഹുൽ. വിവാദങ്ങളിലെ ചോദ്യങ്ങളോട് മൗനം. MLA എന്ന നിലയിൽ സഭയിൽ വരാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അവകാശമുണ്ടെന്ന് സണ്ണി ജോസഫ്. MLA ഹോസ്റ്റലിന് മുന്നിൽ രാഹുലിനെ തടഞ്ഞ് SFIയുടെ പ്രതിഷേധം. KPCC നേതൃയോഗത്തിൽ സജീവ ചർച്ചയായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം. യോഗത്തിൽ മൗനം പാലിച്ച് പ്രതിപക്ഷ നേതാവ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായി തള്ളാതെ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ. MLA എന്ന നിലയിൽ സഭയിൽ വരാൻ അവകാശമുണ്ടെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. വഖഫ് നിയമ ഭേദഗതിയിലെ വിവാദ വ്യവസ്ഥകൾക്ക് ഭാഗിക സ്റ്റേ. വഖഫ് ഭൂമിയിലെ തർക്കം പരിഹരിക്കാൻ സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്നത് ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. കേന്ദ്ര സംസ്ഥാന വഖഫ് സംവിധാനത്തിലെ അമുസ്ലിങ്ങളുടെ എണ്ണം 4ഉം 3ഉമായി നിജപ്പെടുത്തി. വഖഫ് യോഗ്യതയ്ക്ക് 5 വർഷമെങ്കിലും മുസ്ലിം ആയിരിക്കണം എന്ന വ്യവസ്ഥയ്ക്കും സ്റ്റേ. B. അശോകിനെ വിടാതെ സർക്കാർ. കൃഷി വകുപ്പിൽ നിന്ന് പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റി. നീക്കം ട്രൈബ്യൂണൽ ഉത്തരവ് മറികടന്ന്. ടിങ്കു ബിസ്വാൾ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി. ബീഹാർ മാതൃകയിൽ രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് എങ്ങനെ തടയാനാകുമെന്ന് സുപ്രീം കോടതി. സംസ്ഥാനങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ പരിഗണിക്കാൻ തയ്യാർ. കേരളത്തിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തയ്യാറെടുക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം. തീരുവ യുദ്ധത്തിനിടെ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറായി അമേരിക്ക. വ്യാപാര കരാർ ചർച്ചകൾക്കായി അമേരിക്കൻ സംഘം ഇന്ന് ഡൽഹിയിൽ. നിർണായക കൂടിക്കാഴ്ച നാളെ. ചർച്ചകൾക്കായി എത്തുന്നത് അമേരിക്കൻ വാണിജ്യ വകുപ്പിന്റെ പ്രതിനിധി ബ്രാൻഡ് ലിഞ്ച്. വയനാട്ടിൽ ഭർത്താവിനെ തലക്കടിച്ചു കൊന്ന കേസിൽ ഭാര്യ അറസ്റ്റിൽ. കൊല്ലപ്പെട്ടത് കാര്യമ്പാടി സ്വദേശി ചന്ദ്രൻ. അറസ്റ്റ് ചെയ്തത് ഭവാനിയെ. അന്വേഷണം ഭാര്യയിലേക്ക് നീങ്ങിയത് പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടേഴ്സ് സംശയം പ്രകടിപ്പിച്ചതോടെ. കൊലപാതകം ഇന്നലെ പുലർച്ചെ. ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളിൽ സ്വർണം പൂശിയ റിപ്പോർട്ടിൽ അവ്യക്തതയെന്ന് ഹൈക്കോടതി. മുൻ വർഷങ്ങളിൽ സ്വർണം പൊതിഞ്ഞ വിവരങ്ങൾ മെഹസറിലില്ലാത്തത് ചോദ്യം ചെയ്ത് കോടതി. നിലവിലെ സ്വർണ്ണപാളികൾ അറ്റകുറ്റപ്പണി നടത്തി ഉടൻ തിരികെ എത്തിക്കാനും നിർദ്ദേശം. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വെർച്വൽ ക്യൂ സ്ലോട്ടുകൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിൽ ഇളവ്. 24 വാർത്തയ്ക്ക് പിന്നാലെ സ്ലോട്ടുകൾ വീണ്ടും തുറന്നു. പത്തനംതിട്ട പുല്ലാട് യുവാക്കളെ അതിക്രൂരമായി മർദ്ദിച്ച ജയേഷ് പോക്സോ കേസിലും പ്രതി. പീഡനത്തിന് ഇരയായത് 16 വയസ്സുകാരി. പ്രതി രശ്മിയുടെ ഫോണിൽ നിന്ന് നിർണായക തെളിവുകൾ ശേഖരിച്ച് പോലീസ്. റാന്നി സ്വദേശിയെ ഡംബൽ ഉപയോഗിച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഫോണിൽ. ആലപ്പുഴ സ്വദേശിയുടെ ദൃശ്യങ്ങളും വീണ്ടെടുത്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തിൽ ഡോക്ടർ ഹാരിസ് ഹസന്റെ വാദം ശരിവെച്ച് ആരോഗ്യ വകുപ്പിന്റെ ഉത്തരവ്. യൂറോളജി വകുപ്പിലേക്ക് മൂത്രാശയക്കല്ല് പൊടിക്കുന്ന ഉപകരണം വാങ്ങാൻ ഭരണാനുമതി. ഉപകരണത്തിന്റെ കാലാവധി കഴിഞ്ഞെന്ന് ചൂണ്ടിക്കാട്ടിയത് ഡോക്ടർ ഹാരിസ് ഹസൻ. പരസ്പരം സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനവുമായി അമേരിക്കയും ഇസ്രായേലും. പ്രഖ്യാപനം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ. അറബ് മേഖലയെ ഇസ്രായേൽ ശക്തികേന്ദ്രമാക്കാം എന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സ്വപ്നം അപകടകരമാണെന്ന് ഖത്തർ അമീർ. മണിപ്പൂരിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടത് രാഷ്ട്രീയ പരിഹാരമെന്ന് വേൾഡ് കുക്കി സോ ഇന്റലക്ച്വൽ കൗൺസിൽ നേതാവ് TS ഹോക്കിബ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൊണ്ട് സാധാരണ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുമെന്ന് കരുതുന്നില്ലെന്നും 24 പ്രതികരണം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ സർക്കാരിന് തിരിച്ചടി. അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. കോടതി നിരാകരിച്ചത്. S ശശിധരന് പകരം K കാർത്തിക്കിന് അന്വേഷണ ചുമതല നൽകണമെന്ന സർക്കാരിന്റെ ആവശ്യം.
ലൈംഗിക ആരോപണ കേസിൽ മുൻ മന്ത്രി നീലലോഹിതദാസൻ നാടാരെ കുറ്റവിമുക്തനാക്കി ഹൈക്കോടതി. മുൻ IFS ഉദ്യോഗസ്ഥയുടെ പരാതിയിൽ വിചാരണ കോടതി വിധിച്ച തടവ് ശിക്ഷ റദ്ദാക്കി. ഉത്തരവ് കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി വിധിക്കെതിരെ നീലലോഹിതദാസൻ നാടാർ നൽകിയ അപ്പീലിൽ. രാഷ്ട്രീയ പാർട്ടികളിൽ ആഭ്യന്തര പരാതി പരിഹാര സെല്ല് ആവശ്യമില്ലെന്ന് സുപ്രീം കോടതിയും. കേരള ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് നൽകിയ ഹർജി തള്ളി. രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളെ എങ്ങനെ ജീവനക്കാരായി കണക്കാക്കാനാകുമെന്ന് കോടതി. തിരുവനന്തപുരം വട്ടപ്പാറയിൽ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടു. മറിഞ്ഞത് കിളിമാനൂർ പാപ്പാല വിദ്യാജ്യോതി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ബസ്. 20 കുട്ടികൾ ആശുപത്രിയിൽ. VS അച്യുതാനന്ദൻ ഉൾപ്പെടെ അന്തരിച്ച നേതാക്കൾക്ക് ചരമോപചാരം അർപ്പിച്ച് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. VSന്റെ പോരാട്ടം തലമുറകൾക്ക് പാഠമെന്ന് മുഖ്യമന്ത്രി. VS പൊതുസ്വീകാര്യനായത് പാർട്ടി പിന്തുണ കൊണ്ടെന്നും മുഖ്യമന്ത്രിയുടെ അനുസ്മരണം. PP തങ്കച്ചനും വാടൂർ സോമനും സഭയുടെ ആദരം. വംശീയ ഭീഷണി രാജ്യത്ത് വെച്ചുപൊറുപ്പിക്കില്ലെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ. തീവ്ര വലതുപക്ഷവാദിയായ ടോബി റോബിൻസന്റെ നേതൃത്വത്തിൽ നടന്ന കുടിയേറ്റ വിരുദ്ധ റാലിക്ക് പിന്നാലെയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. നേപ്പാളിൽ മന്ത്രിസഭ വിപുലീകരിച്ച് ഇടക്കാല സർക്കാർ. പ്രധാനമന്ത്രി സുശീല കർക്കിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ 3 മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തി. വൈദ്യുതി വകുപ്പ് മുൻ മാനേജിംഗ് ഡയറക്ടർ കുൽമെൻ ഖിസിംഗ് ഊർജ്ജ നഗരവികസന വകുപ്പ് മന്ത്രിയാകും. MSc എൽസാത്രി ദൗത്യം 1 വർഷത്തോളം നീളും. കടലിൽ നിന്ന് കപ്പൽ ഉയർത്താനുള്ള ദൗത്യം ശ്രമകരമാണെന്നും 1 വർഷത്തോളം കാലതാമസമെടുക്കുമെന്നും കമ്പനി അധികൃതർ. മിൽമ പാലിന് വില കൂട്ടില്ല. GST കുറയ്ക്കുന്ന ഘട്ടത്തിൽ പാലിന് വില കൂട്ടുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന യോഗത്തിൽ വിലയിരുത്തൽ. 2026 ജനുവരി മാസത്തോടെ മിൽമ പാൽ വില വർധന നടപ്പിലാക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമെന്നാണ് കമ്മിറ്റി തീരുമാനിച്ചതെന്ന് ചെയർമാൻ KS മണി. തിരുവനന്തപുരം പേരൂർക്കട വ്യാജമാല മോഷണ കേസിൽ മാനനഷ്ടത്തിന് പരാതി. മനുഷ്യാവകാശ കമ്മീഷനാണ് ബിന്ദു പരാതി നൽകിയത്. 1 കോടി രൂപ മാനനഷ്ടം വേണമെന്നാണ് പരാതിയിലെ ആവശ്യം. സമസ്ത മുഷാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ വിമർശനവുമായി വീണ്ടും CPIM. ബഹാവുദ്ദീൻ നദ്വിയുടെ വൈസ് ചാൻസലർ പദവി വ്യാജമെന്ന് CPM തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി അംഗം C ഇബ്രാഹിംകുട്ടി. ഡൽഹിയിൽ ധനകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥൻ വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ കാറോടിച്ച സ്ത്രീ പിടിയിൽ. ഗഗൻപ്രീത് എന്ന വനിതയോടിച്ച BMW കാറിടിച്ചായിരുന്നു മന്ത്രാലയത്തിലെ ഡെപ്യൂട്ടി സെക്രട്ടറി നവജോത് സിംഗ് മരിച്ചത്. കേരളത്തിലെ പ്രധാന വാർത്തകൾ. കോഴിക്കോട് നവരാത്രി സർഗോത്സവ സമിതിയുടെ സർഗപ്രതിഭാ പുരസ്കാരം ഗായകൻ മധു ബാലകൃഷ്ണന്. ഈ മാസം 29-ന് പുരസ്കാരം ഗവർണർ സമ്മാനിക്കും. ജനറൽ കൺവീനർ M രാജീവ്, കേസരി മുഖ്യ പത്രാധിപർ ഡോക്ടർ NR മധു, മാതൃസമിതി അധ്യക്ഷ സുജാത ജയഭാനു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശക്തിയുള്ളവരാകാൻ ഈഴവ സമുദായം സംഘടിക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. വൈക്കം സത്യഗ്രഹം നടത്താനുള്ള പ്രേരകശക്തി ഗുരുദേവനാണെന്ന സത്യം പലരും മറന്നു പോകുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ. ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് ഓക്സൻഫോർഡിൽ നടന്ന ഗോൾഡ് കോസ്റ്റ് നൈറ്റ് സൂപ്പർ കപ്പ് സീസൺ 4-ൽ മലയാളി ക്ലബ്ബ് ഗോൾഡ് കോസ്റ്റ് നൈറ്റ്സിന് കിരീടം. ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിന്റെ ഫൈനലിൽ ബ്രിസ്ബെയിൻ റെഡ് ലൈൻ ബുള്ളേഴ്സ് ക്ലബിനെയാണ് തകർത്തത്. പാലക്കാട് ഒറ്റപ്പാലം സൗത്ത് പനമണ്ണയിൽ പടക്ക വിപണിയുടെ മറവിൽ ലഹരി വിൽപ്പന. 49 ഗ്രാം MDMA പിടിച്ചെടുത്തു. 6 യുവാക്കൾ കസ്റ്റഡിയിൽ. അങ്കമാലി മഞ്ഞപ്രയിൽ യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മഞ്ഞപ്ര മേരിഗിരി പള്ളിക്ക് സമീപത്തെ തോട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊല്ലം കൊട്ടാരക്കരയിൽ 3 വയസ്സുകാരൻ കിണറ്റിൽ വീണു മരിച്ചു. വിലങ്ങറ സ്വദേശികളായ ബൈജു ധന്യ ദമ്പതികളുടെ മകൻ ദിലിനാണ് മരിച്ചത്. കളിക്കുന്നതിനിടെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ വീഴുകയായിരുന്നു. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് മുകളിൽ കയറിയ യുവാക്കൾ ഗുണ്ടുപൊട്ടിച്ചു. സ്ഫോടനത്തിൽ യുവാവിന്റെ കൈപ്പത്തി തകർന്നു. മണത്തല ബേബി റോഡ് സ്വദേശി സൽമാൻ ഫാരിസാണ് ഗുണ്ടുപൊട്ടിച്ചത്. കോട്ടയം നാഗമ്പടത്ത് ഹരിതകർമ്മസേന പ്രവർത്തകരെ അസഭ്യം പറഞ്ഞ സംഭവത്തിൽ പച്ചക്കറി ഹോൾസെയിൽ കടയിലേക്ക് ഹരിതകർമ്മസേന പ്രവർത്തകർ മാർച്ച് നടത്തി. കഴിഞ്ഞ ദിവസമാണ് 2 ഹരിതകർമ്മസേനാംഗങ്ങളെ കടയുടമ അസഭ്യം പറഞ്ഞത്. പച്ചക്കറി മാലിന്യം എടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞതിനെ തുടർന്നായിരുന്നു സംഭവം. പത്തനംതിട്ടയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് മുകളിൽ വൈദ്യുതി പോസ്റ്റ് വീണു. അടൂർ പാറക്കടവ് പാലത്തിന് സമീപമാണ് അപകടം. തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത്.
കോഴിക്കോട് കിനാലൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ തലയിൽ പരുക്കേറ്റ നിലയിൽ കണ്ടെത്തി. കിനാലൂർ സ്വദേശി ബാബുരാജിന്റെ വീട്ടുമുറ്റത്താണ് ബീഹാർ സ്വദേശി സുജോയ് മണ്ടേലയെ കണ്ടെത്തിയത്. ഇയാളുടെ കൈവശം രക്തം പുരണ്ട വസ്ത്രങ്ങളും ഉണ്ടായിരുന്നു. കാസർഗോഡ് കരിന്തളത്ത് യുവതിയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. പുലിയന്നൂർ സ്വദേശി സവിതയെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലം പുനലൂരിൽ സ്കൂളിൽ മോഷണശ്രമം. പുനലൂർ ഗവൺമെന്റ് LP സ്കൂളിലാണ് മോഷണശ്രമം ഉണ്ടായത്. പാചകപ്പുരയുടെ പൂട്ട് പൊളിച്ച നിലയിൽ. 21ാമത് വല്ലാർപാടം മരിയൻ തീർത്ഥാടനത്തിലേക്ക് വിശ്വാസികളുടെ പ്രവാഹം. അഭയം തേടിയെത്തുന്ന അനേകായിരങ്ങൾക്ക് ആശ്വാസമേകുവാൻ മരിയൻ തീർത്ഥാടനം സഹായകമാകുമെന്ന് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ. ഈ വർഷത്തെ തിരുനാൾ സെപ്റ്റംബർ 16 മുതൽ 24 വരെ ആചരിക്കും. കോഴിക്കോട് പൂവാട്ടുപറമ്പ് അങ്ങാടിയിലെ കടയിൽ മോഷണം. 25,000 രൂപ നഷ്ടമായെന്ന് പരാതി. പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. കോഴിക്കോട് കൊയിലാണ്ടി മുത്താമ്പി പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. അരിക്കുളം മാവട്ട് സ്വദേശി പ്രമോദാണ് മരിച്ചത്. തൃശൂർ കുന്നംകുളത്ത് ചാട്ടുകുളത്തിൽ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. അഗ്നിരക്ഷാസേന മൃതദേഹം പുറത്തെടുത്തു. കോഴിക്കോട് കോടഞ്ചേരിയിൽ നിന്ന് 10 ദിവസം മുൻപ് കാണാതായ 13-കാരനെ കണ്ടെത്തി. തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. തിരുവനന്തപുരം വെമ്പായത്ത് കാർ മരത്തിലിടിച്ച് 5 പേർക്ക് പരിക്ക്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. തീർത്ഥാടന യാത്ര കഴിഞ്ഞ് മടങ്ങിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് ഒറ്റപ്പാലത്ത് ട്രെയിനിൽ നിന്നും ചാടിയിറങ്ങുന്നതിനിടെ പ്ലാറ്റ്ഫോമിൽ വീണ യുവതിക്ക് പരിക്ക്. ട്രെയിൻ പുറപ്പെട്ട ശേഷം ചാടിയിറങ്ങുന്നതിനിടെയാണ് പ്ലാറ്റ്ഫോമിൽ തലയിടിച്ചു വീണത്. എറണാകുളത്ത് കടയിൽ നിന്ന് സിഗരറ്റ് വാങ്ങി നൽകാത്തതിന് +2 വിദ്യാർത്ഥിക്ക് മർദ്ദനം. കാക്കനാട് ചിറ്റേത്തുകരയിലാണ് സംഭവം. വിദ്യാർത്ഥിയെ കാക്കനാട് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടുക്കി അടിമാലിയിൽ കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരന് പരിക്ക്. അടിമാലി സ്വദേശി ചാണ്ടി അലക്സാണ്ടറിനാണ് പരുക്കേറ്റത്. കൊല്ലം കൊട്ടാരക്കരയിൽ നീലേശ്വരത്ത് ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 3 യുവാക്കൾക്ക് ദാരുണാന്ത്യം. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റുകൾ മോഷണം പോയതായി പരാതി. കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിലെ ലോട്ടറി സ്റ്റാളിൽ നിന്നാണ് ടിക്കറ്റുകൾ മോഷണം പോയത്. 57 ലോട്ടറി ടിക്കറ്റുകളാണ് നഷ്ടമായത്. മലപ്പുറം കൊണ്ടോട്ടിയിൽ 50 ഗ്രാം MDMA പിടികൂടിയ സംഭവത്തിൽ അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിലെ 4 പേർ കൂടി പിടിയിലായി. ബംഗളൂരുവിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ രേഖാചിത്രങ്ങളുടെ ഒറിജിനൽ പതിപ്പ് സാംസ്കാരിക വകുപ്പിന് വേണ്ടി KM വാസുദേവനിൽ നിന്ന് മന്ത്രി സജി ചെറിയാൻ ഏറ്റുവാങ്ങി. ചിത്രങ്ങൾ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ കേരള ലളിതകലാ അക്കാദമി പ്രദർശിപ്പിക്കും. തിരുവനന്തപുരത്തെ കേരള നിയമസഭാ സമുച്ചയത്തിൽ നടന്ന ചടങ്ങിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖോബർഗഡെ, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ S. അയ്യർ, കേരള ലളിതകലാ അക്കാദമി ചെയർപേഴ്സൺ മുരളി ചിരോത്ത് എന്നിവർ പങ്കെടുത്തു. മാള പ്രസ് ക്ലബിൽ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. മാള പ്രസ് ക്ലബ്ബ് പ്രസിഡന്റായി ഷാന്റി ജോസഫ് തട്ടകത്ത്, സെക്രട്ടറിയായി അബ്ബാസ്, ട്രഷററായി ഗിരീശൻ എന്നിവരാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. പ്രധാന അറിയിപ്പുകൾ നോക്കാം. പത്തനംതിട്ട വടശ്ശേരിക്കര പഞ്ചായത്ത് ഭിന്നശേഷി കുട്ടികൾക്കായി ഫിസിയോതെറാപ്പി സെന്റർ ആരംഭിച്ചു. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സേവനം ലഭിക്കും. പത്തനംതിട്ട SBI RSCTയുടെ നേതൃത്വത്തിൽ റാന്നി സെന്റ് തോമസ് കോളേജിൽ നിർമ്മാണ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കും. മെഴുകുതിരി, ബൊക്കെ, നെറ്റിപ്പട്ടം തുടങ്ങിയവയുടെ നിർമ്മാണ പരിശീലന ക്ലാസ് നടക്കുക ഈ മാസം 18. അടൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപക ഒഴിവ് ഇംഗ്ലീഷ് വിഷയത്തിലേക്ക്. അഭിമുഖം ഈ മാസം 22. കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ അറബിക് അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 17. കോട്ടയം മണർകാട് ഗവൺമെന്റ് LP സ്കൂളിൽ പ്രീ പ്രൈമറി ടീച്ചറുടെ ഒഴിവ്. അഭിമുഖം ഈ മാസം 19. പാലക്കാട് കണ്ണമ്പ്ര പഞ്ചായത്തിൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഓവർസിയർ തസ്തികയിലേക്ക് ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 19. പാലക്കാട് കൊടുവായൂർ ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപക ഒഴിവ് ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ് വിഷയങ്ങളിലേക്ക്. അഭിമുഖം ഈ മാസം 17. വടകര മേമുണ്ട HSSൽ +2 മലയാളം ഗസ്റ്റ് അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 26. കോഴിക്കോട് തേഞ്ഞിപ്പലം GUP സ്കൂളിൽ അധ്യാപക ഒഴിവ് ഹിന്ദി വിഷയത്തിലേക്കാണ്. അഭിമുഖം നാളെ. ദേശീയ വാർത്തകൾ. തമിഴക വെട്രിക്കഴകം നേതാവ് വിജയിയെ പരിഹസിച്ച് നാം തമിഴർ കക്ഷി നേതാവ് സീമാൻ
വിജയ്ക്ക് മഴയത്ത് സംസാരിക്കാനാകില്ലെന്നും കാര്യങ്ങൾ എഴുതിക്കൊണ്ടുവന്ന പേപ്പർ നനഞ്ഞു പോകുമെന്നുമാണ് പരിഹാസം. അജിത്തും രജനീകാന്തും അവരുടെ പ്രശസ്തിയെ വിറ്റിട്ടില്ലെന്നും സീമാൻ. രാജ്യദ്രോഹ കേസിൽ മാധ്യമപ്രവർത്തകരായ സിദ്ധാർത്ഥ് വരദരാജൻ, കരൺ ഥാപ്പർ എന്നിവർക്ക് അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം തുടരും. അന്വേഷണവുമായി സഹകരിക്കണമെന്ന് സുപ്രീം കോടതി. ഝാർഖണ്ഡിൽ ഏറ്റുമുട്ടൽ, ഹസാരിബാഗിൽ 3 മാവോയിസ്റ്റുകളെ വധിച്ച സുരക്ഷാ സേന. അമൃത്സറിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരെയും രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. TVK അധ്യക്ഷൻ വിജയുടെ സംസ്ഥാന പര്യടനവുമായി ബന്ധപ്പെട്ട് TVK നേതാക്കൾക്കെതിരെ കേസ്. പൊതുമുതൽ നശിപ്പിച്ചതിനാണ് തിരുച്ചിറപ്പള്ളി പോലീസ് കേസെടുത്തത്. വാഹനങ്ങൾക്കും കടകൾക്കും ഉൾപ്പെടെ TVK പ്രവർത്തകർ കേടുപാടുകൾ ഉണ്ടാക്കിയിരുന്നു. ബീഹാർ BD വിവാദത്തിൽ കോൺഗ്രസിനെയും RJDയെയും കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി. ബീഹാർ പുരോഗമിക്കുമ്പോഴെല്ലാം RJDയും കോൺഗ്രസും സംസ്ഥാനത്തെ അപമാനിക്കുന്ന തിരക്കിലെന്ന് വിമർശനം. മുംബൈയിൽ മോണോ റെയിലിൽ സാങ്കേതിക പ്രശ്നം. മോണോ റെയിൽ റേക്കുകളിൽ ഒന്ന് ആകാശപാതയിൽ കുടുങ്ങി. യാത്രക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു. മണിപ്പൂരിൽ മണ്ണിടിച്ചിലിൽ ഉഖ്രുൽ തടുബി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. തമിഴ്നാട്ടിലെ പട്ടാളി മക്കൾ കച്ചിയുടെ പ്രസിഡന്റായി അൻപുമണിയെ അംഗീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2026 വരെ പാർട്ടിയുടെ അധ്യക്ഷനായി തുടരാം. രാജ്യാന്തര വാർത്തകൾ. ഗസയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം. ആക്രമണത്തിൽ 25 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ 6 വയസ്സുള്ള ഇരട്ടകളും. ഹമാസ് നേതാക്കൾക്കെതിരെ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന സൂചന നൽകി ഇസ്രായേൽ. എല്ലാ രാജ്യങ്ങൾക്കും സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ചൈന സന്ദർശിക്കാനൊരുങ്ങി ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രി. ഈ മാസം 17-18 തീയതികളിലാണ് ചൈന സന്ദർശിക്കുക. ഓഗസ്റ്റ് മാസത്തിൽ വാഹന കയറ്റുമതിയിൽ ഇടിവ് രേഖപ്പെടുത്തി. 9% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞു. 4 പൈസയാണ് ഇടിഞ്ഞത്. ഓഗസ്റ്റ് മാസത്തിൽ വ്യാപാര കമ്മിയിൽ കുറവ് രേഖപ്പെടുത്തി. 25.7% കുറവ് രേഖപ്പെടുത്തിയത്. അമേരിക്കയുടെ താരിഫ് ഭീഷണിക്കിടയിലും ഇന്ത്യയിൽ നിന്നുള്ള സ്മാർട്ട് ഫോൺ കയറ്റുമതി റെക്കോർഡ് നേട്ടത്തിൽ. ആദ്യ 5 മാസത്തിലെ സ്മാർട്ട് ഫോൺ കയറ്റുമതി 1 ലക്ഷം കോടി രൂപ കടന്നു. കർഷകരെ ആശങ്കയിലാഴ്ത്തി റബ്ബർ വില കൂപ്പുകുത്തുന്നു. വില നിലവിൽ 187 രൂപയ്ക്ക് താഴെ. ഓഗസ്റ്റ് മാസത്തിലെ ICCയുടെ മികച്ച താരമായി മുഹമ്മദ് സിറാജിനെ തെരഞ്ഞെടുത്തു. ന്യൂസിലാൻഡ് പേസർ മാറ്റ് ഹെൻറി, വെസ്റ്റ് ഇൻഡീസ് പേസർ ജേഡൻ സീൽസ് എന്നിവരെ മറികടന്നാണ് നേട്ടം. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ചാമ്പ്യന്മാരായി മധ്യമേഖല ടീം. ഫൈനലിൽ ദക്ഷിണ മേഖലയ്ക്കെതിരെ 6 വിക്കറ്റിന്റെ ജയമാണ് മധ്യമേഖല നേടിയത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിന് നാളെ തുടക്കം. നാളെ രാത്രി 10 നടക്കുന്ന മത്സരത്തിൽ PSV യൂണിയൻ SJയെയും അത്ലറ്റിക്കോ ബിൽബാവോ ആഴ്സണലിനെയും നേരിടും. കാണാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. റിലീസിനൊരുങ്ങി വിജയുടെ സൂപ്പർ ഹിറ്റ് ചിത്രം ഖുഷി. ഈ മാസം 25-ന് ചിത്രം വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് എത്തും. 4K ഡോൾബി അറ്റ്മോസിലാണ് ചിത്രം പുറത്തിറങ്ങുക. കേരളത്തിലും റെക്കോർഡ് കളക്ഷൻ നേടി ജാപ്പനീസ് ആനിമേഷൻ ചിത്രം ഡിമൻ സ്ലെയർ. കേരളത്തിൽ റിലീസ് ചെയ്തത് ജാപ്പനീസ് പതിപ്പും ഇംഗ്ലീഷ് പതിപ്പും. ഇന്ത്യയിൽ നിന്ന് മാത്രം 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുമെന്നാണ് കണക്കുകൂട്ടൽ. ഹിന്ദി ചിത്രം സെയ്യാര OTTയിൽ റിലീസായി. അഹാൻ പാണ്ഡെയും അനീത് പാണ്ഡെയും പ്രധാന വേഷങ്ങളിൽ എത്തിയ ചിത്രമാണ് സെയ്യാര. മോഹൻലാലിനെ നായകനാക്കി ഒരുങ്ങുന്ന ബ്രഹ്മാണ്ഡ പാൻ ഇന്ത്യൻ ചിത്രം വൃഷഭയ്ക്കായുള്ള ആരാധകരുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു. ചിത്രത്തെ സംബന്ധിച്ച് പ്രധാന അപ്ഡേറ്റ് ചൊവ്വാഴ്ച പുറത്തുവിടുമെന്ന് മോഹൻലാൽ. നേപ്പാളിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന തരത്തിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. ചിത്രം ഇന്തോനേഷ്യയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റേതാണ്. ഇനി നാളെ അറിയാൻ. കൊല്ലം പെരിങ്ങാലം ഗവൺമെന്റ് HSL അധ്യാപക ഒഴിവ് ഇംഗ്ലീഷ് വിഷയത്തിലേക്ക്. അഭിമുഖം നാളെ. കൊല്ലം KGV ഗവൺമെന്റ് UP സ്കൂളിൽ UPST തസ്തികയിലേക്ക് അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം നാളെ രാവിലെ 10:30-ന്. ആലപ്പുഴ കായംകുളം ഗവൺമെന്റ് BHSSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപക ഒഴിവ് അഗ്രികൾച്ചർ വിഷയത്തിലേക്കാണ്. അഭിമുഖം നാളെ നടക്കും.
പാലക്കാട് കഞ്ചിക്കോട് ഗവൺമെന്റ് LP സ്കൂളിൽ അധ്യാപക ഒഴിവ് തമിഴ് വിഷയത്തിലേക്ക് അഭിമുഖം നാളെ. ഇപ്പോൾ കിട്ടിയത് മൗറീഷ്യസിന് $680 മില്യൺ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച ഇന്ത്യ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആരോഗ്യ മേഖലയിലെയും വിവിധ പദ്ധതികൾക്കായി സഹായം വിനിയോഗിക്കും. വടക്ക് കിഴക്കൻ മേഖലയിൽ നിർണായക വ്യോമാഭ്യാസത്തിനൊരുങ്ങി ഇന്ത്യൻ എയർഫോഴ്സ്. വ്യോമാഭ്യാസം നടക്കുക സിലിഗുരി മേഖലയിൽ. മുൻ കർണാടക മന്ത്രി B. നാഗേന്ദ്രയുടെ വസതിയിൽ CBI റെയ്ഡ്. വാൽമീകി STDC അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് നടന്നത്. പോൾ വോൾട്ടിൽ വീണ്ടും ലോക റെക്കോർഡ് സ്വന്തമാക്കി അർമാൻ ഡുപ്ലാന്റിസ്. 6.3 മീറ്ററാണ് ഡുപ്ലാന്റിസിന്റെ പുതിയ ഉയരം. 14ാം തവണയാണ് ഡുപ്ലാന്റിസ് ലോക റെക്കോർഡ് തിരുത്തുന്നത്. ഇതോടെ 100 ന്യൂസ് പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.